ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ താമസിക്കുന്നു. എൻ്റെ ഭാര്യ മിനി 2023 സെപ്റ്റംബർ മാസത്തില് ഞങ്ങള് അഡലക്സ് അപ്പോള മെഡിസിറ്റി പോയിട്ട് ഊർമിള സോമൻ ഡോക്ടറെ കാണുകയും അപ്പൊ അദ്ദേഹം ബ്ലീഡിങ്ങും പെയിൻ ആയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പൊ ഡോക്ടറെ നമ്മൾ കണ്ടു. ഡോക്ടർ ഒരു മാസത്തേക്ക് മരുന്നൊക്കെ വന്ന് വിട്ടു. വീണ്ടും മാറാതായപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ അടുത്ത യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് വില്ലിങ് ആയി. അപ്പൊ ആയിക്കോട്ടെ കിടന്നു കാര്യങ്ങള്. അന്ന് ഞങ്ങളുടെ ഒരു 1.5 ലക്ഷം രൂപ കൂടുതൽ 1.55 1.60 കണ്ട് നമ്മൾ അവിടെ നിന്ന് കൊടുത്തിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഏകദേശം ഒരു മാസത്തോട് അടുത്തൊരു പിന്നെ ആൾക്ക് പെയിൻ ആരംഭിക്കണം. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ അപ്പോൾ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് മെഡിസിൻ വീണ്ടും തന്നു. അത് കഴിഞ്ഞ ശരിക്കും ഒരു കൂടി 45 ദിവസം അതിന് കഴിച്ചാൽ വീണ്ടും പെയിൻ വരണം. ഈ ഡോക്ടർ ഞങ്ങൾ വീണ്ടും 4 പ്രാവശ്യം പോയി കണ്ടു. ഇതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ 4 പ്രാവശ്യം പോയി കണ്ടു. അതിന് 5-ാമത്തെ പ്രാവശ്യം ഡോക്ടർ ഒപ്പീനിയൻ വേറെ ഓർത്തോന് തന്നു. അപ്പൊ ഡോക്ടർ ഒരു തിയേറ്ററിൽ കയറ്റി നോക്കാന്ന് പറഞ്ഞു. തിയേറ്ററിൽ കയറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ 40,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടർ ഞങ്ങൾ പൈസ തന്നിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ അത് ഡോക്ടറുടെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ. അതായത് സാധാരണ ജനങ്ങളെ അവർക്ക് എന്താ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ അവർ സ്വഭാവം വളരെ മോശമായിട്ട് പെരുമാറി. അത് നമ്മൾ കൊടുത്ത പൈസക്ക് ഒരു മെച്ചമില്ലാത്ത രീതിയിൽ വളരെ എന്താ പറയാ പ്രത്യേക വാക്ക് പറയാൻ പറ്റില്ല. അവർ സംസാരിക്കുന്ന രീതി ഉച്ചിച്ച് പോയാലും സംസാരിക്കുന്നവര്. ഞങ്ങളുടെ അപ്പൊ സംസാരിച്ച് പോയതിനു ശേഷം വീണ്ടും അടുത്തൊരു പിന്നെ ഒരു ഓർത്തോന് വെച്ചവര്. ഓർത്തോൻ കഴിച്ച് അയാളുടെ ഡോക്ടർ മരുന്നും കഴിച്ചു. അത് കഴിച്ചിട്ട് മാറാനില്ല. വീണ്ടും ഇതുപോലെ തന്നെ ഒരു മാസം വീണ്ടും പെയിൻ വരണം. അപ്പൊ ഡോക്ടർ അടുത്തൊരു പിന്നെ യൂറോളജിക്ക് വെച്ചു. യൂറോ കണ്ട് കുറച്ചാൾ മരുന്ന് കഴിക്കും. അത് കഴിച്ച് വീണ്ടും രോഗം വീണ്ടും വരികയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മള് രാജഗിരി വരെ പോയി. ഇതിപ്പോ രാജഗിരി പോയിട്ട് ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടറും പറഞ്ഞു യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം യൂറോസിനെ പോയിട്ട് ചാലക്കുടി സെന്റ് ജെയിംസിലും പോയി കണ്ടു. 6 മാസം പുള്ളിയുടെ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ വീണ്ടും കുറവില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും 2 വർഷത്തോളം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങള് ഇത് മാറാണ്ടാണ് എന്ത് കഴിച്ചിട്ട് മാറാനില്ല. നേരെ ഇവിടെ പോയത് അമൃത പോയത്. അതിനുശേഷം ഈ ഡോക്ടർ ഭാഗത്ത് വളരെ നമ്മൾ കൊടുക്കണം. നമ്മൾക്ക് എന്താ ഒരു സംസാരം വളരെ മോശമല്ലേ. ഒരു അടിമകളിൽ ചെന്നേക്കണ പോലെയൊക്കെ അവരുടെ പെരുമാറ്റം. ഈ പെരുമാറ്റം തന്നെയാണ് അവരുടെ CEO മുതലുള്ള ആൾക്കാർക്ക് നമ്മൾ പോയി പറഞ്ഞാൽ ഒരു പുച്ഛം. വേണമെങ്കിൽ മതി, നിങ്ങൾ എന്താ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല അവർക്ക്. നമ്മൾ ഒരു മൈൻഡ് ചെയ്യില്ല. എന്താ പറയുക, അവരെ കിട്ടാനുള്ളത് മേടിച്ചെടുത്തു. ഈ രോഗി അനുഭവിച്ച ആ വേദന ഒന്ന് ആലോചിച്ച് നോക്കും. ഈ 2.5 വർഷത്തെ കാലത്തെ നമുക്കൊരു വഴിക്ക് പോലും പറ്റാൻ ഒരു കാര്യം നമ്മുടെ സ്ഥാപനം വരെ നമ്മൾ അടച്ചിട്ട് പോകണം. ഞങ്ങൾ ജീവിക്കുന്ന ചായക്കടയിട്ടാണ്. അത് കൂട്ടി വേറെ ആരും പോലെ ഞാൻ കൊണ്ടുപോകണം അവളെ. ഈ ഹോസ്പിറ്റലായാലും നമ്മൾ തന്നെ പോകാനല്ലോ വേറെ ആരും. മാനുഷികമായ ഒരു ധർമ്മം ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ ഇതിന് ശേഷം അമൃത ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് നമ്മളവിടെ ചെന്നു. അപ്പൊ നമ്മള് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരിങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല. അവരുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് അല്ലെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം അന്ന് അവിടെ ചെയ്ത ഡിസ്ചാർജ് നമുക്ക് തന്നിരുന്നു. അവരെന്ന് വെച്ചാൽ അവരെ അംഗീകരിക്കില്ല. അവര് ഞങ്ങളുടെ ഭാഗത്തല്ല ഇപ്പോഴാ അത് ഡോക്ടറൊന്നും അങ്ങനെ ഒരു ശരിക്കും ഒരു നമ്മളൊരു ഗുണ്ടായിസം പോലെയൊക്കെയാണ് അവരുടെ സംസാര രീതിയിലൊക്കെ. ഡോക്ടർ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ല. ഡോക്ടർ അവിടുന്ന് ലൂർദിലേക്ക് പോയി പറഞ്ഞിട്ട് സോറി ആസ്റ്റർ മെഡിസിറ്റിയില്. അപ്പൊ ഡോക്ടർ അവിടെ പോയി എന്നോട് കാണാൻ പറഞ്ഞവര്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണത് വീണ്ടും വർത്തിക്കുന്നത്. ഡോക്ടർ പേര് ഊർമിള സോമൻ. എന്താണ് ജോലി? എനിക്ക് ചായപിടിയാണ്. ചേച്ചി ജോലി ചേച്ചി നമ്മളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങൾ ജീവിച്ചു പോണത്.